1961 വനനിയമത്തിലെ പുതിയ ഭേദഗതി കരട് ബിൽ കർഷക വിരുദ്ധമാണെന്നും പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. 1961 വനനിയമത്തിലെ പുതിയ ഭേദഗതി കരട് ബിൽ കർഷക വിരുദ്ധമാണെന്നും പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ വനനിയമ കരട് ബിൽ കർഷകരും ആദിവാസികളും ഉൾപ്പെടെയുള്ള ജനതയുടെ മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് യോഗം ആരോപിച്ചു. മലയോര കുടിയേറ്റ കർഷക ജനതയുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന നിബന്ധനകളാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നും വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസി ഗോത്ര ജനതയെ കുടിയിറക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. വിജ്ഞാപനം വന്നതോടെ ഭയാശങ്കയിലായ ദുരിത ജീവിതം നയിക്കുന്ന മലയോര ജനതയുടെ ആശങ്ക അകറ്റണമെന്നും വനനിയമത്തിൻ്റെ മറവിൽ ജനതയെ ദ്രോഹത്തിലാക്കുന്ന ജനദ്രോഹ കരിനിയമങ്ങളടങ്ങിയ വനനിയമ ഭേദഗതി കരട് ബിൽ പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ലീഗ് പ്രസിഡന്റ് CK കാസിം അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.